പച്ചക്കള്ളം എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പ്രതിപക്ഷത്തിന്റെയും ബിജെപിയുടെയും സഹായത്തോടെ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചൊരു കാലം. അപ്പൊ സ്വാഭാവികമായും അത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഉറപ്പായും ജയിക്കും, ഇതായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോ കണ്ണൻ ചിപ്പിക്കുന്ന തിളക്കമാർന്ന വിജയം ഇടതുപക്ഷത്തിന് നേടാനായി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷം തുടർഭരണം നേടി, അതും വർദ്ധിച്ച പിന്തുണയോടെ. 99 MLA-മാരുടെ പിന്തുണയോടെയാണ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന് 3 പതിറ്റാണ്ട് പ്രായമാകുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ ഗവൺമെന്റിന് തുടർച്ചയുണ്ടായിരിക്കുന്നു. അതും ചരിത്രത്തിലെ അപൂർവമായ ഒന്നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന 2021 മെയ് മാസം 2-ാം തീയതി തലേ ദിവസം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തു. ആ വാർത്ത അവരുടെ ഓൺലൈൻ പതിപ്പിലാണ് ഞാൻ വായിച്ചത്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് സമവായം. മുഖ്യമന്ത്രി പദവിയെക്കുറിച്ച് സമവായം. വാർത്തയുടെ ഉള്ളടക്കം: മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിച്ചു. ഇത് സംബന്ധിച്ച് കോൺഗ്രസിൽ സമവായമായി. ആദ്യത്തെ 2.5 കൊല്ലം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള 2.5 വർഷം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാവാം എന്ന് ധാരണയിലെത്തി എന്നാണ് വാർത്ത വരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്നതിന്റെ തലേ ദിവസം ഈ വാർത്ത പുറത്തു വരികയാണ്. എന്താണ് വാർത്തയുടെ പശ്ചാത്തലം? ഉറപ്പായും കേരളത്തിൽ UDF ജയിക്കും എന്ന് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിൻബലത്തിൽ പ്രതിപക്ഷം ഉറപ്പിച്ചു. അപ്പൊ ആരാവണം മുഖ്യമന്ത്രി? അതിനെക്കുറിച്ച് തർക്കം മൂട്ടി. ഒടുവിൽ അവർ തമ്മിൽ ധാരണയിലെത്തി. 2.5 വർഷം വീതം പങ്കിട്ടു. അത് ഒരു വാർത്തയായി വന്നിരിക്കുകയാണ്. എന്തേ ഇത്ര ഉറപ്പ് UDF അധികാരത്തിൽ വരുമെന്ന്? 2 കാരണമാണ്. ഒന്ന്, കേരളത്തിന്റെ ചരിത്രം. ഏറെക്കാലമായി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം 5 കൊല്ലം കൂടുമ്പോൾ മുന്നണികൾ മാറി മാറി വരുന്നതാണ്. 5 വർഷം കൂടുമ്പോൾ മുന്നണികളെ മാറി മാറി ഭരിക്കുന്ന നാടാണ് കേരളം എന്ന് പൊതുവിൽ എല്ലാവരും ഉറപ്പിച്ചു. അപ്പോ LDF-ന്റെ ഊഴം കഴിഞ്ഞാൽ അടുത്തത് UDF എന്ന പൊതുവായ ധാരണ. 2, 1-ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് മാധ്യമങ്ങൾ ആഘോഷമായി ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ വിവാദങ്ങളുടെ കാലം. പച്ചക്കള്ളം എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പ്രതിപക്ഷത്തിന്റെയും ബിജെപിയുടെയും സഹായത്തോടെ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചൊരു കാലം. അപ്പൊ സ്വാഭാവികമായും അത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഉറപ്പായും ജയിക്കും, ഇതായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോ കണ്ണൻ ചിപ്പിക്കുന്ന തിളക്കമാർന്ന വിജയം ഇടതുപക്ഷത്തിന് നേടാനായി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷം തുടർഭരണം നേടി, അതും വർദ്ധിച്ച പിന്തുണയോടെ. 99 MLA-മാരുടെ പിന്തുണയോടെയാണ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കുന്ന വലതുപക്ഷ ജിഹോകളായി മാറിയ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ യാഥാർത്ഥ്യം അസ്വീകാര്യമായിരുന്നു, ഉൾക്കൊള്ളാനാവാത്തതായിരുന്നു. എന്ത് ചെയ്യാൻ കഴിയും? കേരളത്തിലെ ജനങ്ങൾ സ്വാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചുപിടിക്കാൻ ഏറ്റവും വിപൽക്കരമായ വലതുപക്ഷ വർഗീയ നീക്കുപോക്കുകൾ, കൂട്ടുകെട്ടുകൾ രൂപപ്പെട്ടു വരികയാണ്. അതിപ്പോൾ മാത്രം ഉണ്ടായതല്ല, അതിനേറെ കാലത്തെ പഴക്കമുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ വർഗീയതയുടെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യം പ്രതിക്കൂട്ടിൽ കയറേണ്ടി വരിക കോൺഗ്രസിനാണ്, ഒരു സംശയവും വേണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. അതിനാവട്ടെ സ്വാതന്ത്ര്യ ലബ്ധിയോളം പഴക്കമുണ്ട്.
1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയാവുന്നു. ആദ്യത്തെ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് നെഹ്റു സ്ഥാനമേൽക്കുന്നു. നെഹ്റുവിന്റെ ക്യാബിനറ്റിൽ 15 പേരാണ്, 15 അംഗങ്ങൾ. ആ 15 പേരിൽ ഏതാണ്ട് എല്ലാവരും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവർ, രാജ്യവ്യാപകമായി അംഗീകാരമുള്ളവർ. സർദാർ വല്ലഭായ് പട്ടേലുണ്ട്, മൗലാന അബുൽ കലാം ആസാദ് ഉണ്ട്, ഡോക്ടർ BR അംബേദ്കർ ഉണ്ട്, രാജ്കുമാരി അമൃത് കൗർ ഉണ്ട്, മലയാളിയായ ജോൺ മത്തായി ഉണ്ട്, അങ്ങനെ പലരും. പക്ഷേ അതിൽ കൂട്ടത്തിൽ ഒരാൾ വേറിട്ടു നിന്നു. ഈ പട്ടികയിൽ പെടുത്താനാവാത്ത ഒരാൾ അതാരായിരുന്നു? ഹിന്ദു മഹാസഭയുടെ നേതാവ്, 24 കാരറ്റ് RSSകാരൻ. RSSന്റെ നിർദ്ദേശപ്രകാരം പിന്നീട് ഭാരതീയ ജനസംഘം രൂപീകരിച്ചപ്പോൾ അതിന്റെ സ്ഥാപകൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. എങ്ങനെ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഒരു RSSകാരൻ അംഗമായി? ചരിത്രത്തിൽ കോൺഗ്രസ് ഇപ്പോഴും മറുപടി പറയേണ്ട ഒരു ചോദ്യമാണത്. നെഹ്റുവിന്റെ പല നിലപാടുകളെയും ആദരവോടെ കാണാൻ ഒരു മടിയുമില്ല നമുക്കാർക്കും. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച ഒരാളായിരുന്നു നെഹ്റു. എന്നാൽ ആ പണ്ഡിറ്റ് നെഹ്റുവാണ് തന്റെ ക്യാബിനറ്റിൽ ഒരു RSSകാരനെ ഇടും. ഇന്ത്യയിൽ വർഗീയതയുമായി കോൺഗ്രസ് സഖ്യം ചെയ്യുന്നതിന്റെ ആദ്യ ചുവട് നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് ഉണ്ടായത്. സത്യം സത്യമല്ലാതാവില്ല. ആ ചോദ്യം വർഗീയതയുടെ രാഷ്ട്രീയത്തെ പരിശോധിക്കുന്ന ഏതൊരാളും ഇന്നും കാണാതെ പോകാനാവാത്ത ഒരു ചോദ്യമാണത്. അവിടെ നിന്നൊരു തുടക്കം ആരംഭിക്കുകയാണ്. കൃത്യം ഒരു ദശാബ്ദം കഴിയുമ്പോഴാണ് കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. EMS മുഖ്യമന്ത്രിയായി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്നു. ആ ഗവൺമെന്റിനെതിരായി വിമോചന സമരം, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജാതിമത ശക്തികളെ ആകെ രംഗത്തണിനിരത്തിയ വിമോചന സമരത്തെ കുറിച്ച് നമ്മൾ എമ്പാടും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ ആ വിമോചന സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ ജനസംഘത്തിന്റെ പിന്തുണയായിരുന്നു. ജനസംഘം EMS ഗവൺമെന്റിനെതിരായ വിമോചന സമരത്തിന്റെ സജീവ പങ്കാളിയായിരുന്നു. കോൺഗ്രസും ജനസംഘവും തമ്മിൽ കേരളത്തിൽ സജീവമായി കൈകോർക്കുന്നത് വിമോചന സമരത്തിന്റെ ഘട്ടത്തിലാണ്. ആ വിമോചന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ 1959 EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. ഇന്ദിരാഗാന്ധിയുടെ പിടിവാശിയുടെ മുന്നിൽ ഒരു നിമിഷം നെഹ്റു പുത്രി വത്സലനായ ഒരു പിതാവ് മാത്രമായി മാറി. ഭരണഘടനയെ ദുരുപയോഗം ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. ജനാധിപത്യ കശാപ്പിന്റെ ഒരു ഘട്ടം. അത് കഴിഞ്ഞ് കേരള നിയമസഭയിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് 1960 രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രിയായിരുന്ന EMS ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പട്ടാമ്പിയിലാണ്, പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ. EMSനെ തോൽപ്പിക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. പട്ടാമ്പിയിലെ പൊതുസ്വീകാര്യനായ ശ്രീ A. രാഘവൻ നായരെ EMSനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ആ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ജനസംഘം, BJPയുടെ പ്രാഗ്രൂപമായ ജനസംഘം തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി മത്സരിക്കുന്നത് 60. അവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം EMSനെ തോൽപ്പിക്കുക എന്നതായിരുന്നു. 4 മണ്ഡലങ്ങളിലാണ് ജനസംഘം മത്സരിച്ചത്. പട്ടാമ്പിയും കോഴിക്കോടും അണ്ടത്തോടും ഗുരുവായൂരും. 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ RSSന്റെ നിർദ്ദേശപ്രകാരം ദീനദയാൽ ഉപാധ്യായ കേരളത്തിലേക്ക് വന്നു. അദ്ദേഹം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വാശിയോടെ പ്രവർത്തനം ആരംഭിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ R. ശങ്കറിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ദീനദയാൽ ഉപാധ്യായയെ സമീപിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെയും നിങ്ങളുടെയും ലക്ഷ്യം EMSനെ തോൽപ്പിക്കുക എന്നതാണ്. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ രണ്ടായി മത്സരിക്കേണ്ട കാര്യമുണ്ടോ?
നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോരെ? ഇതായിരുന്നു ചോദ്യം. ആ നിർദ്ദേശം ദീനദയാൽ ഉപാധ്യായ സ്വീകരിച്ചു, RSS സ്വീകരിച്ചു. പ്രഖ്യാപിച്ച പ്രചരണം ആരംഭിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. RSSന്റെ പിന്തുണയോടെ, RSSന്റെ നിർദ്ദേശപ്രകാരം ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട P. മാധവ മേനോൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. RSSും കോൺഗ്രസും സംയുക്തമായി EMSനെതിരെ A. രാഘവൻ നായരെ മത്സരിപ്പിച്ചു. ആ സംയുക്ത സ്ഥാനാർത്ഥിയാണ് 60-ൽ EMSന് പട്ടാമ്പിയിൽ നേരിടേണ്ടി വന്നത്. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ RSSും കോൺഗ്രസും പരസ്യമായി കൈകോർത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് EMSനെതിരെ അന്ന് പട്ടാമ്പിയിൽ നടന്നത്. പക്ഷെ പട്ടാമ്പിയിലെ ജനങ്ങൾ EMSനെ വിജയിപ്പിച്ചു. വലതുപക്ഷ വർഗീയ സഖ്യത്തെ പരാജയപ്പെടുത്തി. അവിടെ അവസാനിച്ചില്ല. ഒരു പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് 1971 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റിലെ സാധാരണക്കാരന്റെ ശബ്ദം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പാവങ്ങളുടെ പടത്തലവനായ സഖാവ് AKG പാർലമെന്റിലെ പ്രതിപക്ഷത്തെ നയിച്ചത് അദ്ദേഹമായിരുന്നു. AKG ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പാർട്ടി നിർദ്ദേശപ്രകാരം പാലക്കാട് പാർലമെന്റ് മണ്ഡലം. 1971 തെരഞ്ഞെടുപ്പ്. അവിടെയും AKGയെ പരാജയപ്പെടുത്താൻ ഈ വർഗീയ വലതുപക്ഷ കൂട്ടുകെട്ട് രൂപപ്പെട്ടു. അവിടെ പിൻവലിക്കപ്പെട്ടത് കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് AKGയെ തോൽപ്പിക്കാൻ RSSന്റെ ജില്ലാ കാര്യവാഹക് പ്രൊഫസർ TC ഗോവിന്ദനെ കോൺഗ്രസും RSSും സംയുക്ത സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു. മുസ്ലിം ലീഗും ആ മുന്നണിയുടെ ഭാഗമായി നിന്നു. അന്ന് മുസ്ലിം ലീഗിനെതിരായി EMS ഒരു വിമർശനം ഉയർത്തി. RSSുമായി തെരഞ്ഞെടുപ്പിൽ കൈകോർക്കുന്നത് കേരളത്തിന്റെ മുൻപാകെ നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. EMSന് മറുപടി പറയാൻ വേണ്ടി അന്ന് മുസ്ലിം ലീഗ് പാലക്കാട് കോട്ടമൈതാനിയിൽ ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർത്തു. EMSന് മറുപടി പറയാൻ വേണ്ടി വന്നത് ബാഫക്കി തങ്ങളാണ്. ബാഫക്കി തങ്ങൾ EMSന് മറുപടി പറഞ്ഞു. മറുപടി ഒരൊറ്റ വാചകമായിരുന്നു. ആ വാചകം ഇങ്ങനെയാണ്: EMS ഞങ്ങളെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ RSSനോടൊപ്പം ചേർന്നത് എങ്ങനെ വിശദീകരിക്കുമെന്നാണ് വെല്ലുവിളി. ലീഗിന്റെ മറുപടി ഞാനിതാ ഇവിടെ പറയുന്നു. EMSന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ മുസ്ലിം ലീഗിന് സൗകര്യമില്ല. ഇതാണ് ഞങ്ങളുടെ മറുപടി. ഇതായിരുന്നു ബാഫക്കി തങ്ങളുടെ പ്രസംഗം. പക്ഷെ ആ തെരഞ്ഞെടുപ്പിലും ഈ വർഗീയ വലതുപക്ഷ സഖ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് തോൽപ്പിച്ചു. AKG പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെയും എത്രയോ അനുഭവങ്ങൾ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ വർഗീയ വലതുപക്ഷ കൂട്ടുകെട്ടിന് പരസ്യമായി എത്രയെത്ര ഉദാഹരണങ്ങൾ പിന്നീട് വന്നു. 1991 ബേപ്പൂരും വടകരയും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവരുടെയും ഓർമ്മകളിൽ അതുണ്ടാവും. അങ്ങനെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും പരസ്യമായും മിക്കപ്പോഴും രഹസ്യമായും തിരഞ്ഞെടുപ്പ് ധാരണകളിൽ ഏർപ്പെട്ട RSS കോൺഗ്രസ് ബാന്ധവത്തെ കുറിച്ചാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന KG മാരാർ തന്റെ ആത്മകഥയിലെ പാഴായിപ്പോയ പരീക്ഷണം എന്ന അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. അങ്ങനെ വർഗീയതയുമായി എന്നും നീക്കുപോക്കുണ്ടാക്കി സഖ്യമുണ്ടാക്കിയ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതൃത്വമായ കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ ഒരു പ്രചണ്ഡമായ പ്രചാരവേല ആരംഭിച്ചിരിക്കുകയാണ്. ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച്. എന്താണ് പ്രചാരവേല? കേരളത്തിന്റെ മുഖ്യമന്ത്രി സംഘപരിവാറുമായി നീക്കുപോക്കുണ്ടാക്കുന്നു. അതാണ് പ്രചാരവേല. മുഖ്യമന്ത്രി സംഘപരിവാറുമായി നീക്കുപോക്കുണ്ടാക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏത് കാലത്താണ്, ആരുടെ മുന്നിലാണ് ഇങ്ങനെ പറയാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ധൈര്യം കിട്ടിയത്? ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ RSSന്റെ ഒരു വലിയ സമ്മേളനം ചേർന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ RSSന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാകെ പങ്കെടുത്തു. അധ്യക്ഷത വഹിച്ചത് ഒരു പാർലമെന്റ് അംഗമായ RSSകാരനാണ്. ആ യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ്
RSSന്റെ നേതാവ് കുന്ദൻ ചന്ദ്രാവത്ത് ഒരാഹ്വാനം നടത്തി. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ ആ ആഹ്വാനം? എന്തായിരുന്നു അത്? ജനാധിപത്യ ഇന്ത്യ ഒരു നിമിഷമെങ്കിലും ഞെട്ടിത്തെറിച്ച ഒരാഹ്വാനം. ആയിരങ്ങളോടായി കുന്ദൻ ചന്ദ്രാവത്ത് നടത്തിയ ആഹ്വാനം, പിണറായി വിജയന്റെ ശിരസ് അറുത്ത് കൊണ്ടുവരുന്നവർക്ക് 1 കോടി രൂപ ഇനാം തരാം. അതായിരുന്നു ആഹ്വാനം. പിണറായിയുടെ തല അറുത്ത് കൊണ്ടുവരുന്നവർക്ക് 1 കോടി ഇനാം. ഇന്ത്യയിൽ അങ്ങനെ ഒരു ആഹ്വാനം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സമീപകാലത്ത്? രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടാവാം, തർക്ക വിതർക്കങ്ങൾ ഉണ്ടാവാം. പക്ഷെ തീക്ഷ്ണമായ ആശയ രാഷ്ട്രീയ സമരം എന്നതിനപ്പുറം കായികമായ ആക്രമണത്തെയോ വ്യക്തികളെ കായികമായി ആക്രമിച്ചില്ലായ്മ ചെയ്യുന്നതിനോ പരസ്യമായി ആരെങ്കിലും ആഹ്വാനം ചെയ്യാറുണ്ടോ? അതുണ്ടായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തണമെന്ന പരസ്യാഹ്വാനം, അതിന് 1 കോടി സമ്മാന പ്രഖ്യാപനം, ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അതൊരു വലിയ വാർത്തയായി വന്നു. എന്തുകൊണ്ടാണ് RSSന് പിണറായിയോട് ഇത്ര വിരോധം? ഇടതുപക്ഷത്തോട് ഇത്ര വിരോധം? എന്തേ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷത്തെ നയിക്കുന്ന പാർട്ടിയോട് ഈ വിരോധമില്ല? CPIM സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇന്ത്യയിൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രധാന കക്ഷിയല്ല എന്നെല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് CPIM നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിലുള്ളത്. ആ അർത്ഥത്തിൽ RSSന്റെയും BJPയുടെയും ദേശീയ രാഷ്ട്രീയത്തിലെ മുഖ്യ എതിരാളിയായി CPIM കാണേണ്ട കാര്യമില്ല. എന്നിട്ടും ഉജ്ജയിനിയിലെ RSS സമ്മേളനത്തിലെ പരസ്യാഹ്വാനം കേരളമെന്ന ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിന്റെ തലയറുത്തു കൊണ്ടുവരണമെന്നാണ്. എന്തേ RSSന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ നാവിൽ നിന്നും മല്ലികാർജുന ഖാർഗെയുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ തലയെടുക്കുന്നവർക്ക് ഇനാം വന്നിട്ടില്ലല്ലോ? എന്തേ കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയ്ക്ക് RSSന്റെ കമ്പോളത്തിൽ വിലയില്ലാതെ പോയി? ആ തലയ്ക്കകത്തൊന്നുമില്ല എന്ന ബോധ്യം കൊണ്ടാണോ? അതുമാത്രമല്ല, കോൺഗ്രസ് നേതാക്കന്മാരുടെ ശിരസ് RSSനെ അലോസരപ്പെടുത്തുന്നില്ല. RSSന്റെ കൊടിയ വർഗീയതയ്ക്കെതിരായി ദുർബലമായ ഒരു വാക്കുപോലും കോൺഗ്രസ് നേതാക്കന്മാരുടെ നാവിൻ തുമ്പിൽ നിന്നും വരുന്നില്ല. അതല്ലേ വാസ്തവം? ആ സാഹചര്യത്തിലാണ് സതീശൻ ആരോപിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി സംഘപരിവാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു പോലും. ഏത് മുഖ്യമന്ത്രി? RSSകാരൻ തലയെടുക്കണമെന്ന് പരസ്യാഹ്വാനം നടത്തിയ മുഖ്യമന്ത്രി. ഏത് സതീശൻ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി MS ഗോൾവാൾക്കർ ആണ് എന്ന് മതനിരപേക്ഷവാദികൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ഗോൾവാൾക്കർ RSSന്റെ ആചാര്യനായിരുന്നു. ആ ഗോൾവാൾക്കറാണ് വിചാരധാര എഴുതിയത്. ആ വിചാരധാരയിലാണ് ഗോൾവാൾക്കർ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണിയായി മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, കമ്മ്യൂണിസ്റ്റുകാർ, ഈ 3 വിഭാഗങ്ങളെ പരാമർശിച്ചത്. ഗോൾവാൾക്കർ പറയുന്നു, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണി 1 മുസ്ലിങ്ങൾ, 2 ക്രൈസ്തവർ, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 കൂട്ടരെ ഉന്മൂലനം ചെയ്യലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച RSS. ആ RSSന്റെ കൊടിയ വർഗീയവാദിയായിരുന്ന നേതാവാണ് ഈ ഗോൾവാൾക്കർ. ആ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് RSS രാജ്യമാകെ ആഘോഷിച്ചു. ആ ജന്മശതാബ്ദി ആഘോഷങ്ങൾ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ RSS ക്ഷണിച്ചത് ഏതെങ്കിലും ഒരു RSSന്റെ ദേശീയ നേതാവിനെയല്ല, പകരം VD സതീശനെയാണ്. ആ ക്ഷണം ഇരുകൈയും നീട്ടി സ്വീകരിച്ചത് സതീശനാണ്. ഒരു മടിയും കൂടാതെ RSSന്റെ വേദിയിൽ കടന്നു ചെന്ന് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുന്നിൽ സ്ഥാപിച്ച നിലവിളക്ക് കൊളുത്തി ശിരസ് കുനിച്ചു നട്ടല് വളച്ചു മുട്ടുമടക്കി നിൽക്കാൻ ഒരു മടിയും കാണിക്കാത്ത കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോ വിമർശനം ഉന്നയിക്കുന്നത്. ഇത് VD സതീശന്റെ മാത്രം പ്രശ്നമല്ല.
KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞല്ലോ, തനിക്ക് പോകണമെന്ന് തോന്നിയാൽ BJP-യിലേക്ക് പോകും പറഞ്ഞില്ലേ? ആ പറഞ്ഞതിനെ ഒന്നുകൂടി ബലപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, RSSന്റെ ശാഖകൾക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ട്, അദ്ദേഹം നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആരാദ്യം പോകും എന്ന കാര്യത്തിൽ മാത്രമാണ് കോൺഗ്രസിൽ ഇപ്പോൾ സംശയമുള്ളത്. ഈ നയങ്ങൾ കേരളത്തിൽ കോൺഗ്രസിനെ എവിടെ എത്തിച്ചു? കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പൊ DYFIയുടെ നേതൃത്വത്തിൽ ഈ കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം ചേരുന്ന ഈ അലവിൽ പോലും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ DYFIയുടെ പ്രവർത്തകർക്ക്, ഇടതുപക്ഷ പ്രവർത്തകർക്ക് സ്വൈര്യമായി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിക്കുമായിരുന്നു. എത്ര നേതാക്കന്മാർ ഈ മണ്ണിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്? ഈ പാർട്ടി ഓഫീസ് എത്ര തവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്? അതിനും മാത്രം സംഘടനാപരമായ കരുത്തും ശേഷിയും കായിക ബലവും ഇവിടുത്തെ കോൺഗ്രസിനുണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇവിടെ കോൺഗ്രസിന് സാധിക്കുമോ? അവശേഷിക്കുന്ന ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് അങ്ങനെ ഒരാഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം ഒടുവിലത്തെ ആഗ്രഹമായി പരിണമിക്കുമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ മാറ്റം എങ്ങനെ ഇവിടെ ഉണ്ടായി? ഇവിടെ മാത്രമല്ല, ഈ മാറ്റം രാജ്യവ്യാപകമായി ഉണ്ടായ മാറ്റമാണ്. അത് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾക്കുള്ള തിരിച്ചടിയായി കൂടി രൂപപ്പെട്ടു വരുന്നതാണ്. ഇപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒത്തുകൂടുന്നത്. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കുറച്ച് ഭൂരിപക്ഷം വർദ്ധിച്ചു. അതിന്റെ ആവേശമാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നത്. തകർന്ന് ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ പാലക്കാട്ടെ ഭൂരിപക്ഷം കൊണ്ട് നേരിടാനാവില്ല. പാലക്കാട്ടെ ഭൂരിപക്ഷത്തിന്റെ പിന്നാമ്പുറം എന്താണ്? 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ട ഒരു സീറ്റ്. ആ സീറ്റിൽ അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ 1000 വോട്ട് കൂടുതലാണ് ഇത്തവണ നമ്മൾ തോൽക്കുമ്പോൾ. 1000 വോട്ട് കൂടുതലാണ്. ഒരൊറ്റ വോട്ട് കുറഞ്ഞിട്ടില്ല. SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും പരസ്യ പിന്തുണ കൊടുത്ത് പിന്നെ BJP-യിൽ നിന്ന് ഗണ്യമായി ചോർന്ന വോട്ടുകളിൽ കുറച്ച് വോട്ടും ചേർന്ന് ഒരു 4000 വോട്ട് കൂടുതൽ കിട്ടി കോൺഗ്രസിന്. അതാണ് കിട്ടിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കഷ്ടിച്ച് 4000 വോട്ട്, 4000-ൽ താഴെ വോട്ടാണ് കോൺഗ്രസിന് കൂടുതൽ കിട്ടിയത്. നമുക്ക് 1000-ഓളം വോട്ട് കൂടുതൽ കിട്ടി. പക്ഷെ ഭൂരിപക്ഷം കൂടാൻ കാരണം എന്താണ്? ആ മണ്ഡലത്തിൽ നമ്മൾ 2ാം സ്ഥാനത്തല്ല, നമ്മൾ അവിടെ 3ാം സ്ഥാനത്താണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്താണ്. അതിന്റെ മുൻപത്തെ തെരഞ്ഞെടുപ്പിലും 3ാം സ്ഥാനത്താണ്. കേരളത്തിൽ അത്യപൂർവം ചില മണ്ഡലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ അങ്ങനെ 3ാം സ്ഥാനത്തുള്ള ചില മണ്ഡലങ്ങൾ പിന്നീട് 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുമുണ്ട്. വട്ടിയൂർക്കാവ് ഇതിന്റെ ഉദാഹരണമാണ്. എന്നാൽ പാലക്കാട് അതിന് സാധിച്ചില്ല. പക്ഷേ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം കൂടാൻ കാരണം 2ാം സ്ഥാനത്തുണ്ടായിരുന്ന BJP-യുടെ 11,000 വോട്ട് കാണാനില്ല. അപ്പൊ BJP കോൺഗ്രസും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ്. ഭൂരിപക്ഷം കൂടിയതിന്റെയും BJP-യുടെ വോട്ട് കുറഞ്ഞതിന്റെയും കാര്യം നിങ്ങൾ തമ്മിൽ സംസാരിച്ച ധാരണയിലെത്തിയാൽ മതി. അതിൽ നമുക്ക് കാര്യമില്ല. ഈ തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുമ്പോഴും പരസ്യമായി ഇസ്ലാമിക ഭീകരവാദികളുടെ പിന്തുണ നേടുമ്പോഴും പക്ഷെ നമുക്ക് കിട്ടിയ വോട്ടിൽ ഒരൊറ്റ വോട്ട് കുറയുന്നില്ല എന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത. 1000-ഓളം വോട്ട് അവിടെയും വർദ്ധിക്കുകയാണ് ചെയ്തത്. ചേലക്കരയുടെ കാര്യം ഞാൻ വിശദീകരിക്കേണ്ടതായിട്ടില്ല. അപ്പോ ഈ വർത്തമാനകാല കേരളത്തിലും ഇടതുപക്ഷ ഗവൺമെന്റിന് അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം എതിരായി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിവാദ കോലാഹലങ്ങൾ, പച്ചക്കള്ളം നിരന്തരം ആവർത്തിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രചാരവേല, അതിനെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. 6 മാസം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ചേലക്കരയിൽ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയിൽ അധികമാണ് ഇപ്പോ കിട്ടിയ ഭൂരിപക്ഷം. അതിന്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങൾ
ഈ മാധ്യമങ്ങളുടെ പ്രചരണ മാമാങ്കങ്ങളിൽ വീണുപോകുന്നില്ല എന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തെളിയിച്ചതാണ്. അതൊരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കൂടുതൽ ദീർഘമായി സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, വലതുപക്ഷവും RSSന്റെ വർഗീയതയും തമ്മിൽ സ്വാതന്ത്ര്യലബ്ധിയോളം പഴക്കമുള്ള കൂട്ടുകെട്ടിന്റെ ചരിത്രം നാം കണ്ടു. ഇപ്പോ കൂടുതൽ വിനാശകരമായ ഒരു നിലയിലേക്ക് വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ട് വികസിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകച്ചവടം തുടരുമ്പോൾ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ കണ്ടു. ചരിത്രത്തിലാദ്യമായി താമരയടയാളത്തിൽ ഒരാൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. അതാണ് തൃശൂർ. ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പിന്നാമ്പുറം എന്താണ്? കോൺഗ്രസും BJPയും തമ്മിൽ നടത്തിയ അധാർമികമായ വോട്ട് കച്ചവടം. 1,00,000 വോട്ട് കൊടുക്കാം എന്നാണ് കരാർ. 1,00,000 വോട്ട്. വോട്ടെണ്ണി കഴിഞ്ഞപ്പോ 86,000 കൊടുത്തു. കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി 2019 നേടിയതിനേക്കാൾ 86,000 വോട്ട് കുറവാണ് കിട്ടിയത്. 18 ലോക്സഭാ മണ്ഡലങ്ങളിലും ജയിച്ചു നിൽക്കുന്നു കോൺഗ്രസ് മുന്നണി. വേണമെങ്കിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയ കോൺഗ്രസ് തരംഗമെന്ന് പോലും പറയാം പാർലമെന്റ് ഇലക്ഷനിൽ. പക്ഷെ തൃശ്ശൂരിൽ പരാജയപ്പെടുന്നു. നോക്കുമ്പോ 86,000 വോട്ട് കാണുന്നില്ല. 1,00,000 വോട്ടാണ് കച്ചവടം നടത്തിയത്. 86,000 കൊടുത്തു. നമുക്കോ ഒറ്റ വോട്ട് കുറഞ്ഞില്ല, 1 വോട്ട്. 16,000 വോട്ട് കൂടി നമുക്ക്. പക്ഷെ എന്ത് കാര്യം? 86,000 വോട്ട് BJPക്ക് കൊണ്ട് കൊടുത്തില്ലേ? 73,000 വോട്ടിന് BJP ജയിച്ചു. തൃശ്ശൂരിൽ 1,00,000 വോട്ട് BJPക്ക് കൊടുക്കാമെന്നും കോൺഗ്രസിലെ സജീവ അംഗങ്ങളായ 1,00,000 പേരുടെ വോട്ട് തരാമെന്നും പകരം മറ്റു മണ്ഡലങ്ങളിൽ BJP തിരികെ സഹായിക്കണമെന്നുമാണ് കരാർ. ആ കച്ചവടത്തിന്റെ ബലിയാടായി കെ മുരളീധരൻ. കോൺഗ്രസ് തോറ്റു എന്ന് മാത്രമല്ല, ഈ 1,00,000 വോട്ട് വിൽപ്പനയിലൂടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂരിന്റെ മണ്ണിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തായി ദയനീയമായി പരാജയപ്പെട്ടു. ഈ അപകടകരമായ അധാർമികമായ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ട് വോട്ട് കച്ചവടം, അതുകൊണ്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പില്ലാത്ത ഘട്ടത്തിലാണ് ഇപ്പോ ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിന് ഒരു വികാസം ഉണ്ടായിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെയും പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെയും നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ഈ കൊടിയ വർഗീയവാദികൾ മാറിയിരിക്കുന്നു. പണ്ട് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും നിലപാടുകളോട് യോജിച്ചിരുന്നില്ല. വ്യത്യസ്തമായ ഒരു നിലപാടുണ്ടായിരുന്നു. എന്നാൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി SDPI കൂട്ടുകെട്ടു മാറി. അവർ നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ അന്തസത്തക്കെതിരായ UDFന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അജണ്ട ഏറ്റെടുത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഈ രാഷ്ട്രീയ നേതൃത്വത്തെ സ്വീകരിച്ചു. മുസ്ലിം ലീഗിന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ഇപ്പോ ഇല്ല. ഇപ്പോ ലീഗിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. ഒരു ഭാഗത്ത് RSSുമായി കച്ചവടത്തിൽ ഏർപ്പെടുന്നു, മറുഭാഗത്ത് മുസ്ലിം വർഗീയതയെയും വിനാശകരമായ വിധം ഉപയോഗപ്പെടുത്തുന്നു. എല്ലാത്തരം വർഗീയവാദികളും വലതുപക്ഷവും സന്ധി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം ഇന്നെത്തി നിൽക്കുന്നത്. ഇവിടെ കേരളത്തിന്റെ ഭാവിയെ കരുതി ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ ചെറുത്തു തോൽപ്പിക്കാൻ ജനാധിപത്യ കേരളത്തിനാവണം. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരുടെയും
മതന്യൂനപക്ഷങ്ങളിൽപ്പെടുന്നവരുടെയും എല്ലാം ഏക പ്രതീക്ഷയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനം. കേരളത്തിൽ യുവജന പ്രസ്ഥാനം മഹത്തായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. ഞാൻ ആ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. MLA ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട്. കൂത്തുപറമ്പ് രക്തസാക്ഷികൾ പകർന്നു നൽകുന്ന ഊർജം വർത്തമാനകാല രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ നേരിടാനും ശരിയായ ദിശയിൽ കേരളത്തെ മുൻപോട്ട് നയിക്കാനും സഹായകരമാവും എന്ന കാര്യത്തിൽ സംശയവുമില്ല. കാലമേറെ കഴിഞ്ഞാലും ശരിയായ പാത കാണിക്കുന്ന പ്രകാശ ഗോപുരങ്ങളായി കൂത്തുപറമ്പിലെ അനശ്വരരായ രക്തസാക്ഷികൾ നമുക്ക് വഴികാട്ടുക തന്നെ ചെയ്യും. ആ അനശ്വര രക്തസാക്ഷികളുടെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ആദരവോടെ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.